ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫീവർ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മാച്ചിനെ കുറിച്ചിട്ടാണ്. ക്വാളിഫയർ 2 മാച്ചായിരുന്നു. സോ ഈ മാച്ചിൽ ജയിക്കുന്നവരാണ് ഫൈനലിൽ KKRുമായി മത്സരിക്കുന്നത്. സോ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ടോസ് ലഭിച്ച് രാജസ്ഥാൻ റോയൽസ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ മുതലേ രാജസ്ഥാൻ പിഴച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ബൗളിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ തുടക്കത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും എന്നാൽ ചില ബാറ്റ്സ്മാൻമാർ രാജസ്ഥാനെ കുഴയ്ക്കുക തന്നെ ഉണ്ടായി. അവർ ആദ്യമേ ആക്രമിച്ച് കളിക്കുക എന്നൊരു തയ്യാറെടുപ്പോട് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫീൽഡിൽ വന്നതെന്ന് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ രാജസ്ഥാനെ വളരെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. സോ നമ്മൾ സൺറൈസേഴ്സിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും ടി ഹെഡും കൂടെയാണ് ഓപ്പണിംഗ് ചെയ്തത്. അഭിഷേക് ശർമ്മയും ടി ഹെഡും ഓപ്പണിംഗ് ചെയ്തപ്പോൾ അഭിഷേക് ശർമ്മ ആദ്യം തന്നെ ബോൾട്ടിനെ 6 അടിക്കുകയും അതിനുശേഷം 4 എടുക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ലാസ്റ്റ് ബോളിൽ 5ാമത്തെ ബോളിൽ അഭിഷേക് ശർമ്മ ഔട്ടാവുകയാണ് ചെയ്തത്. കാഡ്മോറിന് ക്യാച്ച് നൽകി ബോൾട്ട് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുകയുണ്ടായി. സോ 12 റൺസാണ് അഭിഷേക് ശർമ്മ സ്കോർ ചെയ്തത്. എന്നാൽ തിരിച്ചിറങ്ങിയ തിരുപ്പതിയും അതേ ഒരു അറ്റാക്കിംഗ് ഷോട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. 15 ബോളിൽ 37 റൺസ് എടുത്ത് തിരുപ്പതിയും ബോൾട്ടിന് വിക്കറ്റ് നൽകിയാണ് ഔട്ടായത്. അതിനുശേഷം ഇറങ്ങിയ മക്രത്തിന് ഒട്ടും പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലത്തെ കളിയിലാണ് മക്രത്തിനെ തിരിച്ചെടുത്തത്. പക്ഷേ മക്രത്തിന് ഒട്ടും പിടിച്ചു നിൽക്കാനായില്ല. ബോൾട്ടിൻ്റെ വിക്കറ്റ് 2ാമത്തെ ബോളിൽ തന്നെ മക്രവും ഔട്ടായി. അങ്ങനെ ബോൾട്ട് 3 ഓവർ തന്നെ ആദ്യത്തെ സ്പെല്ലിൽ എറിഞ്ഞ് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. എന്നാൽ കൂടെ ഇറക്കിയ അശ്വിന് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ടി ഹെഡിൻ്റെ വിക്കറ്റായിരുന്നു അവർക്ക് ലഭിച്ചത്. സന്ദീപ് ശർമ്മ ടി ഹെഡിനെ അശ്വിന് ക്യാച്ച് നൽകി ഔട്ടാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയ റെഡ്ഡിയും അധികം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആവേശ് ഖാൻ്റെ ബോളിൽ ഔട്ടാവുകയുണ്ടായി. ഉടൻ സംബന്ധിച്ച് തന്നെ സമതും അടുത്ത ബോളിൽ തന്നെ ഔട്ടായി എന്നുള്ളതാണ്. ആവേശ് ഖാൻ തന്നെ വിക്കറ്റ് നൽകി ഔട്ടാവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിടിച്ചു നിന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ക്ലാസൻ തന്നെയാണ്. ക്ലാസൻ 34 ബോളുകളിൽ നിന്ന് 50 റൺസ് എടുത്ത് വളരെ നല്ല ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ച് തന്നെയാണ് പിടിച്ചു നിന്നത്. എന്നാൽ സന്ദീപ് ശർമ്മയ്ക്ക് വിക്കറ്റ് കൊടുത്തുകൊണ്ട് ക്ലാസനും ഔട്ടാവുകയാണ് ഉണ്ടായത്. എസ് അഹമ്മദ് 18 ബോളിൽ 18 റൺസ് തന്നെയാണ് എടുത്തത്. ആവേശ് ഖാൻ തന്നെയായിരുന്നു എസ് അഹമ്മദിൻ്റെ വിക്കറ്റ്. അപ്പോൾ ആവേശ് ഖാൻ മൊത്തത്തിൽ നല്ലൊരു ബൗളിംഗ് തന്നെയാണ് ഇന്നലെ കാഴ്ചവെച്ചതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാറ്റ് കുമിൻസും ജസ്റ്റ് ബാറ്റ് ചെയ്ത് നിന്നു. ഉണാക്കട്ട് ലാസ്റ്റ് ബോളിൽ റൺ ഔട്ട് ആവുകയാണ് ചെയ്തത്. 6ാമത്തെ ബൗളിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ ടി ബോൾട്ടായിരുന്നു ബൗളിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ടി ബോൾട്ട് 4 ഓവറിൽ 3 വിക്കറ്റ് നൽകി 45 റൺസ് കൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. അശ്വിനാണെങ്കിൽ 4 ഓവറിൽ 43 റൺസ് കൊടുത്തെന്നാൽ വിക്കറ്റൊന്നും എടുത്തില്ല. സന്ദീപ് ശർമ്മ 4 ഓവറിൽ 25 റൺസ് കൊടുത്തുകൊണ്ട് 2 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. ആവേശ് ഖാൻ 4 ഓവറിൽ 27 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ നേടി. ചാഹൽ 4 ഓവറിൽ 34 റൺസ് കൊടുത്ത് 1 വിക്കറ്റും നേടിയില്ല. രാജസ്ഥാൻ ഇനിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു നിലവിലുള്ള ഈ 5 ബൗളേഴ്സ് അല്ലാതെ അവർക്ക് പെട്ടെന്ന് 2ാമതൊരു ബൗളറിനെ ഇറക്കാനുള്ളൊരു ഇതില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഓൾറൗണ്ടേഴ്സിൻ്റെ ഇല്ലായ്മ തന്നെയാണ് രാജസ്ഥാനെ അലട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമായി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് ആർക്കും തന്നെ ഇന്നലെ ആദ്യം ഒരു പറയത്തക്ക ഒരു വിക്കറ്റ് എടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് തന്നെ കാണാൻ സാധിക്കും. അതേസമയം 6ാമത്തെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം കഡ്മോറും ജയ്സ്വലുമാണ് ഇറങ്ങിയത്. അതിൽ കഡ്മോർ ആദ്യമേ ഒരു ഡിഫെൻഡിങ് പ്ലേ ആണ് നടത്തിക്കൊണ്ടിരുന്നത് തന്നെ. പാറ്റ് കുമിൻസിന് വിക്കറ്റ് നൽകി കഡ്മോർ ഔട്ടാവുകയാണ് ചെയ്തത്. അടുത്ത ജയ്സ്വാൾ എന്നാൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് വരികയായിരുന്നു. എന്നാൽ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചതോടെ ജയ്സ്വാലും ഷബാസ് അഹമ്മദിന് വിക്കറ്റ് നൽകി സ്പിൻ വേട്ടയിൽ ജയ്സ്വാൾ ഔട്ടാവുകയാണ് ഉണ്ടായത്. സഞ്ജു സാംസങ്ങിനെ അഭിഷേക് ശർമ്മ ഔട്ടാക്കുകയാണ് ചെയ്തത്. മക്രമാണ് ക്യാച്ച് എടുത്തത്. പരാഗ് നോക്കുകയാണെങ്കിൽ പരാഗും ഷബാസ് അഹമ്മദിന് വിക്കറ്റ് നൽകി ഔട്ടാവുകയാണ് ഉണ്ടായത്. അശ്വിൻ വന്ന ഉടൻ തന്നെ ഔട്ടാവുന്നൊരു കാഴ്ചയാണ്. ഷബാസ് അഹമ്മദിന് വിക്കറ്റ് എടുക്കുന്നൊരു ക്യാച്ചാണ് ഉണ്ടത്. സ്പിന്നേഴ്സിൻ്റെ ഒരു തേരോട്ടമായിരുന്നു പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. ഹെഡ്മേയറും അതുതന്നെയാണ്. ഹെഡ്മേയറും അഭിഷേക് ശർമ്മയ്ക്ക് വിക്കറ്റ് നൽകി ഔട്ടാവുകയാണ് ഉണ്ടായത്. അതുപോലെ പവലിൽ നടരാജന് വിക്കറ്റ് നൽകി ഔട്ടാവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് എന്നാൽ ജുറലും ബോൾട്ടുമാണ് ലാസ്റ്റ് നിന്നത്. ജുറൽ ആർക്കും വിക്കറ്റ് നൽകാതെ 35 ബോളിൽ 56 റൺസ് നേടി നിൽക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
ജുറലും ജയ്സ്വലും ഒഴിച്ച് മറ്റാരും തന്നെ രാജസ്ഥാൻ റോയൽസിൽ നേരെ ബാറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജാകരമായൊരു കാര്യം തന്നെയാണ്. SRHൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭുവനേഷ് കുമാറിന് 3 ഓവറിൽ 33 റൺസ് നൽകിക്കൊണ്ട് ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചില്ല. എന്നാൽ പാറ്റ് കുമിൻസ് 4 ഓവറിൽ 30 റൺസ് നൽകി ഒരു വിക്കറ്റ് എടുത്തു. നടരാജൻ 3 ഓവറിൽ 13 റൺസ് നൽകി ഒരു വിക്കറ്റാണ് നേടിയത്. ഉണാക്കട്ട് 1 ഓവറേ എറിഞ്ഞിട്ടുള്ളൂ, 5 റൺസാണ് കൊടുത്തത്, വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല. എന്നാൽ എസ് അഹമ്മദ് 4 ഓവറിൽ 23 റൺസ് നൽകി 3 വിക്കറ്റ് എടുത്തപ്പോൾ അഭിഷേക് ശർമ്മ 2 ഓവറിൽ 24 റൺസ് കൊടുത്ത് 2 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. മക്രം 1 ഓവറിൽ 10 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റും ലഭിച്ചില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, മക്രത്തിന് ഒരു വിക്കറ്റും ലഭിച്ചില്ലായിരുന്നു. അപ്പോൾ SRHൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഭുവനേശ്വർ കുമാറും പാറ്റ് കുമിൻസും നടരാജനും ഉണാക്കട്ടും ആണ് അവരുടെ ബൗളേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് എസ് അഹമ്മദിനെയും അഭിഷേക് ശർമ്മയും മക്രം പോലുള്ള ബൗളേഴ്സ് ഓൾറൗണ്ടേഴ്സ് അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ SRH 36 റൺസിനാണ് രാജസ്ഥാനെ തോൽപ്പിച്ചത്. അങ്ങനെ SRH രാജസ്ഥാനെ തോൽപ്പിച്ച് ഫൈനലിൽ കിടക്കുകയുണ്ടായി. അപ്പോൾ ഫൈനൽ എന്ന് പറയുന്നത് സൺഡേ ആണ്, 26 മെയ് 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏറ്റുമുട്ടുന്നത്. സോ ഇന്നത്തെ ഈ കളി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രിവ്യൂ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എനിവേ keep watching our videos for more updates. Thank you.